ഹലോ മഹി, നീ എന്താ വിളിക്കാൻ ഇത്രയും ലേറ്റായി? അവിടെ എത്തിയ ഉടനെ വിളിക്കാന്നല്ലേ പറഞ്ഞേ? സോറിഡോ, വന്ന ഉടനെ ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ റൂമിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ലേറ്റായി. അതാ വിളിക്കാൻ ഇത്രയും ലേറ്റായത്. ഓ അങ്ങനെ. പിന്നെ അവിടെയൊക്കെ ഇഷ്ടായോ? കുഴപ്പമില്ല, വന്നതല്ലേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്നല്ലേ പറ്റൂ. നോക്കാം. പിന്നെ കഴിച്ചായിരുന്നോ? ആ, അതൊക്കെ കഴിഞ്ഞു. അവിടോ? ഇല്ല, ഞാൻ കോളേജിൽ പോകാൻ ഇറങ്ങിയതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാകാന്ന് വെച്ചു. ആ, കോളേജിലേക്ക് പോവാണോ? എങ്കിൽ സേഫായി പോ, ഞാൻ പിന്നെ വിളിക്കാം. ശേ, കട്ടാക്കിയോ? ഓ, ഇങ്ങാർക്ക് വേറെ ഒരു പണിയില്ലേ? രാവിലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്വസ്ഥത കളയാനായിട്ട്. എടുക്കണോ? എടുക്കാം, അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്യും. ഹലോ, ഇതെന്താ ഫോൺ എടുക്കാൻ ഇത്രയ്ക്കും താമസം? ലാസ്റ്റ് റിങ്ങില് വേണം കോൾ എടുക്കുന്നുണ്ടോ? അത് പിന്നെ ഞാൻ കോളേജിലേക്ക് പോവുക. ഫോൺ ബാഗിലായിരുന്നു. നീ നടന്നല്ലേ കോളേജിൽ പോന്നെ? പിന്നെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ഇതെന്ത് കഷ്ടകർത്താവേ. ഹലോ, ആർ യു ദേർ? പറ. ചോദിച്ചതിന് മറുപടി പറ. ഫോൺ എടുക്കാൻ നിനക്ക് എന്താ ഇത്ര താമസം? അത് പിന്നെ ഞാൻ ട്രാഫിക്കിലായിരുന്നു, അതാ. ഓക്കെ, ഇനി ഞാൻ വിളിക്കുമ്പോൾ 5 റിങ്, അതിന് മുന്നേ തന്നെ കാൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 5 റിങ്ങിലോ? എന്താ ഇതും എഗ്രിമെന്റിലുണ്ടോ? ഇല്ല, പക്ഷേ ഞാൻ പറയുന്ന എന്തും അനുസരിക്കണമെന്നുണ്ടല്ലോ. സോ ഇതും അതിൽ പെടും. ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 5 റിങ്ങിൽ എങ്ങനെയാ ഫോൺ എടുക്കാൻ പറ്റുന്നേ? ഓ, കോൾ എടുക്കാൻ പറ്റാത്ത എന്ത് ജോലിയാ മേഡത്തിനുള്ളത്? നിന്റെ കോളേജ് ടൈമിൽ ഞാൻ നിന്നെ വിളിക്കില്ല. പിന്നെ എമർജൻസി ആണെങ്കിൽ മെസ്സേജ് അയക്കും. നീ വീട്ടിലുള്ളപ്പോൾ മാത്രമേ ഞാൻ നിന്നെ വിളിക്കൂ. അപ്പോൾ നീ എന്ത് ജോലിയിലായിരുന്നാലും എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. 5 റിങ്ങിനുള്ളിൽ തന്നെ നീ കോൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ദാറ്റ്സ് ഓൾ. ഇങ്ങാർക്കിത് എന്തിന്റെ സുഖമാണ് എൻ്റെ കർത്താവേ. എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് ഒരു ദിവസം പോലും ആയിട്ടില്ല, എന്നിട്ട് ഇങ്ങാരെ ഈ ടോർച്ചർ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എൻ്റെ കർത്താവേ. മഹി, നീ ഇതെല്ലാം അറിയുന്നുണ്ടോ? ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ഇതൊക്കെ സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഹലോ ചെല്ലോ, പറ. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ്. സോ കോളേജ് കഴിഞ്ഞ് വന്ന് റെഡിയായി നിൽക്കണം. ഞാൻ പിക്ക് ചെയ്തോളാം. എന്താ ചെല്ലോ, കേട്ടില്ല എന്നുണ്ടോ? കേട്ട്. റെഡിയായി നിൽക്കാം, വന്ന് പിക്ക് ചെയ്യും. വേറെ ഒന്നുമില്ലല്ലോ, എന്നാ ഞാൻ വെക്കുക. ഏയ്, വെക്കാൻ വരട്ടെ. ഇനി എന്താ? അല്ല ചെല്ലോ, നീ നടന്നല്ലേ കോളേജിലേക്ക് പോകുന്നേ. സോ കോളേജ് എത്തും വരെ നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ കൊണ്ട് വലിയ ശല്യാണോ എൻ്റെ കർത്താവേ. ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ എന്തേലും പറ ചെല്ലോ. റോസ്കൽ. ചെല്ലോ, 6 മണിക്ക് ഞാൻ വരും. റെഡി ആയി നിൽക്കണം. ഓ, റെഡിയായി നിൽക്കണമല്ലേ? നിൽക്കാമല്ലോ. ഫസ്റ്റ് ഡേറ്റിംഗ് അല്ലേ? ഏത് ഡ്രസ് ഇടണം? ഉള്ളത് വെച്ച് ഏറ്റവും ബോഴ്സ് ആയിട്ടുള്ള ഒന്നിടണം. മേക്കപ്പ്? ഓ, അത്രയ്ക്കൊന്നും വേണ്ട. മുടി കെട്ടണം? വേണ്ടേ വേണ്ട. ഞാൻ പുറത്തുണ്ട്. റെഡിയായെങ്കിൽ വാ.
ഇവിടെയാണോ? ഉം. ജസ്റ്റ് ഒരു ഡിന്നറിന് വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേ? അത് മാത്രമല്ലല്ലോ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് കൂടിയല്ലേ, അപ്പൊ കുറച്ച് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഓ, എന്നാലും ഇതൊരു നടക്കി പോകില്ല, വാ ഇങ്ങോട്ട്. എന്താ ഇത്ര കാര്യമായി നോക്കുന്നേ? അത് ഇവിടെ വേറെ കസ്റ്റമേഴ്സ് ഒന്നുമില്ലേ? ഇല്ല, നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഹോൾ റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തേക്കുക. ഹാ, എന്തിന്? അത് പേഴ്സണലായിട്ട് സംസാരിക്കണം, അതിന് വേറൊരു ഡിസ്റ്റർബൻസ് വേണ്ട, അതുകൊണ്ട് ഫുള്ള് ബുക്ക് ചെയ്തു. അതിനെന്തിനാ ഇത്രയും പൈസ വേസ്റ്റ് ആക്കിയേ? പേഴ്സണലായിട്ട് സംസാരിക്കാനാണ് വീട്ടിൽ പോരായിരുന്നു. ഓ, വീട്ടിലേക്ക് വിളിച്ചാ മേഡം ഉടനെ വരുമല്ലേ? അത് പിന്നെ നീ വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം, അല്ലാതെ തൂക്കിയെടുത്തോണ്ട് പോകാൻ നിന്നാ അങ്ങനെയൊക്കെ സംഭവിക്കൂ. നിന്നോട് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോ നീ കേട്ടില്ലല്ലോ. വിളിച്ച ഉടനെ വന്നായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. സോ ഇനിയെങ്കിലും വിളിച്ച ഉടനെ തന്നെ വരാൻ നോക്കിക്കോ. എന്തിനാ വെറുതെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചു കൂട്ടണേ? ഇനി അങ്ങനൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. ചെയ്യില്ല എന്നല്ല, ചെയ്യാൻ പറ്റില്ല. കാരണം നീ സൈൻ ചെയ്തെന്ന എഗ്രിമെന്റ് എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്ന എന്തും നീ അനുസരിക്കേണ്ടി വരും. വെറുതെ അതൊക്കെ ഓർമ്മിപ്പിച്ച് ഈ ഒരു മൂഡ് സ്പോയിൽ ചെയ്യാൻ ഞാനില്ല. സോ തനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. അതെ, ഈ ഡോറ് ഓപ്പൺ ആകുന്നില്ല. ആകില്ല, കാരണം അത് ഞാൻ ലോക്ക് ചെയ്ത് വെക്കുക. മര്യാദയ്ക്ക് വന്ന് ഫ്രണ്ടിൽ കയറാൻ നോക്ക്, ഇല്ലെങ്കിൽ നീ ബസ്സിൽ പോക്കോ. റാസ്കൽ. ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എന്തേലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം, അടുത്ത തവണ ഇംപ്രൂവ് ചെയ്യാം. ഉണ്ടെങ്കിലും നീ പറയാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എനിവേ, എനിക്കൊരുപാട് ഇഷ്ടമായി. ഐഷു, എനിക്കറിയാം നിനക്ക് ഇതൊക്കെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. സാരമില്ല, സമയമുണ്ടല്ലോ, നീ ഇംപ്രൂവ് ചെയ്താൽ മതി. ഹലോ മഹി, പറ, നിനക്കവിടെ സുഖം തന്നെയല്ലേ? സുഖാടോ, തനിക്കോ? സുഖം മഹി, ഐ മിസ് യു. ഞാനും അതെ. പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ല, രാവിലെ വിളിക്കാം. ഓക്കെ, ടേക്ക് കെയർ. ഇങ്ങാർക്കിതെന്തു പറ്റി? റാസ്കൽ, ഒരു ബൈ പോലും പറഞ്ഞില്ലല്ലോ. ആയിഷ്, അങ്ങാര് ബൈ പറഞ്ഞില്ലേ, എനിക്കെന്താ? അങ്ങാർക്ക് എന്താ പറ്റിയേ?
ഞാൻ മഹിയോട് സംസാരിച്ച് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ, പോകാൻ പറ. ഓ, അങ്ങാരുടെ മെസ്സേജ് ആയിരുന്നു. മീറ്റ് അറ്റ് എം കഫേ. ഷേ, ഇതങ്ങാരെ കമ്പനിയുടെ അടുത്തുള്ള കഫേ ആണല്ലോ. Sir, order. എന്താ വേണ്ടേ? ക്യാപിച്ചീനോ. 2 cappuccino. Okay, sir. How was your day? ആസ് യൂഷ്വൽ. ഇഷ്ടായില്ലേ? ഇഷ്ടായി. ഇഷ്ടായെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ ഇഷ്ടമല്ലാഞ്ഞിട്ടും ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എഗ്രിമെന്റിന്റെ പേരിൽ ഇതെല്ലാം സഹിക്കണമെന്നില്ല. ഇതൊക്കെ നിന്റെ ബേസിക് റൈറ്റ്സ് ആണ്. ഇഷ്ടമായില്ലേ അല്ലെന്ന് തന്നെ പറയണം. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? പുല്ല് പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. ആയിഷ്, ഇതെന്താ കർത്താവേ, ഇങ്ങാരടുത്തുള്ളപ്പോൾ മാത്രം എൻ്റെ നെഞ്ചിങ്ങനെ പടപടാന്നിരിക്കുന്നു. ഇങ്ങനെ പോകുവാണെങ്കിൽ വീടെത്തും മുന്നേ ഞാൻ വടിയാകും. ഐഷു, തനിക്കെന്താ പറ്റിയേ? മുഖമൊക്കെ ഒരുമാതിരി റെഡിഷ് ആയ പോലെ. ബ്രിട്ടീഷോ? അങ്ങനെയൊന്നുമില്ല. ഉണ്ടെന്നേ. സംശയം ഉണ്ടെങ്കിൽ നീ ആ കണ്ണാടിയിലോട്ടൊന്ന് നോക്കിക്കേ. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് AC-ൻ്റെയാ. എനിക്കിത്രയും തണുപ്പ് പറ്റില്ല. ആണോ? എങ്കിൽ പിന്നെ ഈ ജാക്കറ്റ് പുറത്തു കിട്ടൂ. എന്നാ ഏയ്, എനിക്കൊന്നും വേണ്ട. ആയിഷ്, ഇതെന്ത് പെർഫ്യൂമാ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ഡിസ്റ്റർബിങ് മീ. അകപ്പാടെ ഫുൾ കൺട്രോൾ പോയിരിക്കില്ല. അതിൻ്റെ കൂടെ അങ്ങാരൊരു ജാക്കറ്റ്. എനിക്കൊന്നും വേണ്ട തൻ്റെ ജാക്കറ്റ്. എന്നാ
എങ്കിൽ പിന്നെ അവിടെ തണുത്ത് പറിച്ചിരിക്കെ, ഞാൻ AC ഓഫാക്കില്ല. അല്ല പിന്നെ അതിനിത് AC ഒന്നും അല്ല. എന്താ? കുന്തം, താൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് വണ്ടി എടുക്കണോ? എനിക്ക് ഉറക്കം വരുന്നു. ഇവക്കിതെന്താ പറ്റിയേ? ഓ, രക്ഷപ്പെട്ടു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിട്, എനിക്ക് പോണം. പോകാൻ വരട്ടെ. എനിക്ക് ഒരു കാര്യം അറിയണം. എന്ത്? നിനക്ക് ശരിക്കും എന്താ പറ്റിയേ? കാറിലിരുന്ന് നീ എന്താ എന്നെ അങ്ങനെ നോക്കിയേ? എങ്ങനെ നോക്കി? ഞാനൊന്നും നോക്കിയിട്ടില്ല. ഇല്ലേ? ഇല്ലെന്നല്ല, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോ നോക്കിക്കാണും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. എന്തിനാ ഐഷു ഇങ്ങനെ കള്ളം പറയുന്നേ? പറ ഐഷു, നിനക്ക് എൻ്റെ അടുത്ത് ഒരു ഫീലിങ്സും തോന്നിയില്ലേ? ഫീലിങ്സോ? എനിക്കോ? അതും നിന്നോട്? അതെ, എന്നോട് തന്നെ. അതൊരിക്കലും നടക്കില്ല. നടക്കും, ഉടനെ തന്നെ. ഞാൻ കരുതി കുറച്ച് പാടുപെടേണ്ടി വരുമെന്ന്. പക്ഷേ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് നടക്കും. നാളെത്താൽ നിന്റെ ഈ മൂക്കും കവളും ചുമന്ന് എന്റെ കണ്ണിലേക്ക് പോലും നിനക്ക് നോക്കാൻ കഴിയാതെ നിന്റെ ഈ വിറയ്ക്കുന്ന ചുണ്ടുകള് നീ എന്നോട് പറയും, ഐ ലവ് യു ഗൗതം, ഐ കാൻ ലീവ് വിത്തൗട്ട് യു എന്ന്. ഏയ്, പറഞ്ഞിട്ട് പോവും. കയ്യിന്ന് വിട്. നോ, ഇത് റോഡാണ്. പ്ലീസ് ലീവ് മീ അലോൺ. റോഡല്ലായിരുന്നെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. പറ, പ്രോബ്ലം ഇല്ലായിരുന്നു? പറ ഐഷു, പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു? ദേ, വേണ്ട. ഐഷു, നീ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എന്തേലും വേണമെന്ന് തോന്നുന്നു. സത്യം. ഹലോ, ഇവിടെ നിന്ന് ഉറങ്ങാനാണോ പാവം? എന്റെ ഐഷു, നീ ഇങ്ങനെ നോക്കല്ലേ. ഐ കാൺ കൺട്രോൾ മൈസെൽഫ്. ഐ ആം സോറി ഐഷു, ഐ കാൺ. മഹി, വേണ്ട, മാറ്. ഇപ്പൊ നീ എന്താ പറഞ്ഞേ? ചോദിച്ച കേട്ടില്ലേ? എന്താ പറഞ്ഞെന്ന്? നീ പറയുന്നുണ്ടോ അതോ? സോറി, ഞാൻ അറിയാതെ പറഞ്ഞ.
നീ അറിയാതെ പറഞ്ഞാണല്ലേ? അറിയാതെ ആണെങ്കിൽ പോലും അവന്റെ പേര് നിന്റെ വായിൽ വരുവോ? ഹാ, ഇവിടെ നിന്റെ അടുത്തിപ്പോ ഞാനല്ലേ ഉള്ളേ. അപ്പോ എന്റെ പേര് വേണ്ടേ നീ പറയാൻ? സോറി, ഞാൻ അതെങ്ങനെയാ ഞാൻ നിന്നെ കിസ് ചെയ്യുമ്പോ, ഞാൻ നിന്നെ ടച്ച് ചെയ്യുമ്പോ അവന്റെ പേര് നിന്റെ വായിൽ വരുന്നേ? ഹാ, നീ എൻ്റെ അടുത്തുള്ളപ്പോ എന്റെ പേര് വേണ്ടേ പറയാൻ? അല്ലേ പറയാൻ? ആ അതെ, സോറി, ഞാൻ അറിയാതെ. അപ്പോ ഞാൻ നിന്റെ അടുത്തുള്ളപ്പോ നീ എന്തിനാ അവരെ പറ്റി ചിന്തിക്കുന്നേ? ഞാൻ നിന്റെ അടുത്തുള്ളപ്പോ, ഞാൻ നിന്നെ കിസ് ചെയ്യുമ്പോ, നിന്നെ ടച്ച് ചെയ്യുമ്പോ നീ എന്നെ പറ്റിയാ ചിന്തിക്കേണ്ടേ. നിന്റെ വായിൽ എന്റെ പേരല്ലേ വരുന്നേ. പിന്നെന്തിനാ നീ ആ ഡാഷിന്റെ പേര് പറഞ്ഞേ? പറ, എന്തിനാ? ബിക്കോസ് ഐ ലവ് ഹിം. യു ലവ്സ് ഹിം? ഹാ, അപ്പോ ഫ്യൂച്ചറിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നിന്നെ ഞാൻ ടച്ച് ചെയ്യുമ്പോ, നിന്നെ ഞാൻ കിസ് ചെയ്യുമ്പോ അതും അവൻ ചെയ്യുന്നത് പോലെ തോന്നുമോ? ആ, ഛേ, നിങ്ങൾ എന്തൊക്കെ വൃത്തികേടായി പറയുന്നേ? ഓ, ഞാൻ പറഞ്ഞത് നിനക്ക് വൃത്തികേടാണേ. ഞാൻ നിന്നെ കിസ് ചെയ്തപ്പോ നീ അവന്റെ പേര് പറഞ്ഞത്, അത് നീ ഏതിൽ പെടുത്തും? പറ. ഛേ, മറ്റൊരാളുടെ ഗേൾഫ്രണ്ട് ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? അതിന്റെ അത്രയും വൃത്തികേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? നിന്നോട് എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്ത് എന്നെ സ്നേഹിക്കാനല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ, അല്ലാതെ എൻ്റെ കൂടെ 1 നൈറ്റ് വന്ന് സ്റ്റേ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏതായാലും എന്താ, ഞാൻ ഒരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? അതിന്റെ അത്രയും വരില്ല ഒന്നും. നിർത്ത്, നിനക്ക് ഇത്രയ്ക്കും അഹങ്കാരം? എന്റെ കൈന്ന് വിടടും, എനിക്ക് വേദനിക്കുന്നു. ഇല്ല, നിനക്ക് ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചത് അത്രയ്ക്ക് സീനാണേ. ഇതോ? ഏയ് വിട്, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇനി പറ, ഞാൻ ഇപ്പൊ നിന്നെ ടച്ച് ചെയ്തപ്പോഴും നിനക്ക് അവനെയാണ് ഓർമ്മ വന്നേ? പറ. നീ നോക്ക്, നിന്റെ ഈ ഇമോഷണൽ ഡ്രാമയൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. എനിക്കിപ്പോ അറിയണം, ഞാൻ നിന്നെ ടച്ച് ചെയ്തപ്പോ നിനക്ക് ആരെയോ ഓർമ്മ വന്നേ? എന്നെയോ അതോ ആ ബിച്ചിനെയോ? പറ ഐഷു, പറയാൻ. ഓ, നിനക്കൊന്നും പറയാനില്ലെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും അവൻ ടച്ച് ചെയ്ത പോലെയാണോ നിനക്ക് ഫീൽ ചെയ്തേ? ഞാൻ ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണോ അവനെ ഓർമ്മ വരുന്നത്, അതോ ആര് തൊട്ടാലും അങ്ങനെ തന്നെയാണോ? ആ, ഗൗതം പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾക്ക് എന്നെ പറ്റി എന്തറിയാം? എന്റെ ക്യാരക്ടറിനെ ഇത്രയ്ക്കും മോശമായി പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? നീ എന്തിനാ എന്റെ ലൈഫിലേക്ക് വന്ന് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ലീവ് മീ അലോൺ പ്ലീസ്. എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. നിന്നെ എനിക്ക് പേടിയാ. എന്നെ വിട്ടേക്ക് പ്ലീസ്. എന്നെക്കാളും എന്താ അവന് കൂടുതലായിട്ടുള്ളത്? പറ, പറയാൻ. നിങ്ങൾ എന്തിനാ മഹി ഇതിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്? പിന്നെ കൊണ്ടുവരാതെ? അവനല്ലേ എല്ലാത്തിനും കാരണം. നമ്മളെ രണ്ടുപേരെ അകറ്റുന്നത് അവൻ ഒരുത്തനാണ്. അവൻ കാരണമല്ലേ ഇപ്പോ? സ്റ്റോപ്പ് ഇറ്റ്. ഇതിനെല്ലാം കാരണം മഹിയല്ല, നിങ്ങളാ. നിങ്ങളാ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നിങ്ങളാ. ഓ, എന്റെ പ്രണയം നിനക്ക് ടോർച്ചറായാണോ തോന്നുന്നത്? എന്റെ ഫീലിങ്സ് എന്താന്ന് നീ മനസ്സിലാക്കുന്നില്ലേടി? ഐ ലവ് യു ഐഷു, ഐ ലവ് യു. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊക്കെ ടോർച്ചറായിട്ടാ തോന്നുന്നേ. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ആണ് അയാളെ സ്നേഹിക്കുന്ന പെണ്ണിനെ അവളുടെ പെർമിഷൻ ഇല്ലാതെ അവളെ ടച്ച് ചെയ്യുകയോ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയോ ചെയ്യോ? നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്നോടുള്ള ലവ് അത് ജെന്യൂൻ ആയിരുന്നേ. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇത് വേറെയാ. എന്ത്? ലസ്റ്റ്. നീ ഇപ്പോ എന്താ പറഞ്ഞേ? അതെ,
നിനക്ക് എന്നോടുള്ളത് ലവ് അല്ല, ഇറ്റ്സ് കോൾഡ് ലസ്റ്റ്. സ്റ്റോപ്പ് ഇറ്റ്. ഇനി നീ സംസാരിച്ച ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല. കൈനൂട്ടുന്നു തരും. നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയൂ. അല്ലായിരുന്നേ നിനക്കെന്റെ പ്രണയത്തെ ഇങ്ങനെ വായിക്കാൻ എനിക്ക് കഴിയില്ല. ലാസ്റ്റ് അതിനായിരുന്നെങ്കിൽ നിന്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. നിന്നെ ഫസ്റ്റ് കണ്ടില്ലേ, അന്ന് തന്നെ നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയി എല്ലാം നടത്താൻ എനിക്ക് കഴിയുമായിരുന്നു. അതിന് നിന്റെ സമ്മതം പോലും എനിക്ക് ആവശ്യമില്ല. അതൊക്കെ ചെയ്യാൻ മാത്രം വൃത്തികെട്ടവനല്ല ഞാൻ. മറ്റാരോടും തോന്നാത്തൊരിഷ്ടം നിന്നോട് എങ്ങനെയാ തോന്നിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. മറ്റുള്ളവന്മാരെ പോലെ എല്ലാ പെൺകുട്ടികളുടെയും പുറകെ ഒലിപ്പിച്ച് നടക്കുന്നൊരു റാസ്കലല്ല ഞാൻ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നി ഒരുത്തി അത് നീയാടി. ഈ 27 വയസ്സിൽ ഒരുത്തിയുടെയും പുറകെ ഒലിപ്പിച്ച് നടന്നിട്ടില്ലേ ഞാൻ. പിന്നെ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ റീസൺ അത് നീ പറയും പോലെ ലസ്റ്റ് അല്ല, ഇറ്റ്സ് ലവ്. അത് ആദ്യമായിട്ട് തോന്നിയത് നിന്നോടാ. നീ അല്ലാണ്ട് മറ്റൊരുത്തിയോടും ഇനി അത് തോന്നത്തുമില്ല. ഇത് എൻ്റെ ഉറപ്പാണ്. നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ ഇനിയും ഇറിറ്റേറ്റ് ചെയ്യും, ടോർച്ചർ ചെയ്യും. ബിക്കോസ് എനിക്ക് നിന്നെ വേണം ഇഷ്യൂ. അങ്ങനൊന്നും വേണ്ട എങ്കിൽ നീ എന്നെ അക്സെപ്റ്റ് ചെയ്തേക്ക്. പിന്നെ അങ്ങനൊന്നും ഉണ്ടാകില്ല. പിന്നെ നീ ഇത്രയൊക്കെ എന്നെ പറഞ്ഞിട്ടും നിന്നോട് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നില്ല. അതിൻ്റെ റീസൺ അത് ലസ്റ്റ് അല്ല, ഇറ്റ്സ് ലവ്. ട്രസ്റ്റ് മീ. I love you, Dee. I love you so much. I will never leave your side. Never. So, പെട്ടെന്ന് തന്നെ എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്തേക്ക്. ഓക്കെ? ഈ പറഞ്ഞതുകൊണ്ട് നീ അടുത്തൊന്നും നന്നാവില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞത് അത് നീ എൻ്റെ പ്രണയത്തെ ഒരിക്കലും തെറ്റായ രീതിയിൽ എടുക്കരുത്. അതുകൊണ്ട് മാത്രമാണ്. നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്ന് പൊട്ടിക്കാതെ ഇരുന്നത് കൊണ്ട് ഞാൻ മാറിയെന്ന് മാത്രം വിചാരിക്കരുത്. എപ്പോഴും ഞാൻ ഈ മൂഡിലായിരിക്കണമെന്നില്ല. ഇന്നത്തെ പോലെ ഇനി എന്തെങ്കിലും പറയാൻ തോന്നുവാണെങ്കിൽ അന്ന് കിട്ടിയ അടി ഒന്നുകൂടെ ഓർത്താൽ മതി. ഓക്കെ? എങ്കിൽ ശരി, പോക്കോ. ഗുഡ് നൈറ്റ്. പോകാൻ നോക്കിച്ചല്ലോ. നിന്നെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്കും പോകാൻ. പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ഇന്ന് നമുക്ക് ഒരുമിച്ച് തൻ്റെ വീട്ടിൽ കൂടാം. എന്തേ? റാസ്കൽ. പക്ഷേ എനിക്കെന്താ അത് തന്നെ ഓർമ്മ വരുന്നേ. എനിക്ക് അയാളെ ഇഷ്ടമല്ല. റാസ്കൽ. അങ്ങനത്തെ ബിഹേവിയറേ ശരിയല്ല. പക്ഷേ മഹി പോലും എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷെ അയാൾ എൻ്റെ പെർമിഷൻ പോലും ഇല്ലാതെ തന്നെ ടച്ച് ചെയ്ത്. റാസ്കൽ. എനിക്ക് അയാളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അയാളോട് ഒരു ഫീലിങ്സും ഇല്ല. പിന്നെന്തുകൊണ്ടാണ് അയാൾ എന്നെ കിസ് ചെയ്തപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നേ? പക്ഷേ അതുകൊണ്ടല്ലേ അയാൾ എന്നെ എനിക്കെന്താ പറ്റിയേ? അയാൾ അടുത്തുള്ളപ്പോൾ
എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. ഹാർട്ടാണെങ്കിൽ എന്ത് സ്പീഡിലാണ് ഇരിക്കുന്നേ. എന്നെ പോലെ തന്നെ ഒരു കൺട്രോളും ഇല്ല അതിനും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ അയാളെ വായി നോക്കിയേക്കുന്നു. അതങ്ങർക്ക് നല്ലതുപോലെ മനസ്സിലാകുകയും ചെയ്തു. മഹി അടുത്തുള്ളപ്പോൾ പോലും ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല. മഹി എന്നെ പ്രപ്പോസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആള് കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ അടുത്ത് തോന്നാത്ത എന്തോ ഒന്ന് എനിക്ക് ഇയാളോട് തോന്നുന്നു. അതെന്താ അങ്ങനെ? അയാളെ കിസ് ചെയ്തപ്പോൾ ഞാൻ അയാളെ തള്ളി വിടണമായിരുന്നു. അതെ, തള്ളി വിടണമായിരുന്നു. എന്നിട്ട് എന്താ ഇഷു നീ അത് ചെയ്യാതിരുന്നേ? ഞാനല്ലേ അതിനൊക്കെ അങ്ങർക്ക് അവസരം ഉണ്ടാക്കിയേ. അയാളൊരു റാസ്കലാണ്. അയാളെ പ്രേമിച്ച എൻ്റെ ലൈഫ് 3G ആകും. ഞാനും അയാളും ഒരിക്കലും സെറ്റാകില്ല, ഒരിക്കലും. എനിക്ക് മാച്ച് മഹി തന്നെ. അയാളൊരു റാസ്കലാണ്. എനിക്ക് അയാളെ വേണ്ട, വേണ്ട വേണ്ട. സോ ഇനി അയാളുടെ കൂടെ ഉള്ളപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് വേണം നിൽക്കാൻ. ഇല്ലേൽ അങ്ങാരത് മുതലെടുക്കും. ഐഷു, ഡോണ്ട് വെറി, യു ക്യാൻ. ഭർത്താവേ, നടന്നാ മതിയായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വിചാരിക്കും നിങ്ങളുടെ മുന്നിൽ കരയരുതെന്ന്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. എന്നത്തെ പോലെ അല്ലത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നു. ഈ ജന്മത്തെ ഹാപ്പി ആയിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു കരയാൻ പോലും എൻ്റെ അടുത്ത് ആരുമില്ല. എന്തിനാ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കി പോയി? നിങ്ങളിൽ ഒരാളെങ്കിലും എൻ്റെ കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തില്ലായിരുന്നെന്ന് തോന്നുക. എത്രയൊക്കെ വിഷമം ഉണ്ടായാലും അതൊക്കെ സഹിച്ച് ഹാപ്പി ആയിരിക്കാൻ ഞാനൊരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് കഴിയുന്നില്ല. നിങ്ങളെ വന്ന് കാണാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. പപ്പ എപ്പോഴും പറയാറില്ലായിരുന്നു, പെൺകുട്ടികൾ എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും മറ്റൊരാളുടെ മുന്നിൽ കരയരുതെന്ന്. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല പപ്പ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഏയ് ഐഷു, എന്താ പറ്റിയേ? നീ എന്തിനാ കരയുന്നേ? എന്നെ കുറച്ച് നേരത്തേനെങ്കിലും ഒന്ന് വെറുതെ വിടൂ പ്ലീസ്. ഐഷു, തനിക്ക് എന്താണോ പറ്റിയേ? പ്ലീസ് ഗൗതം, എന്നോടൊന്ന് ചോദിക്കല്ലേ. നിങ്ങളോടൊന്ന് ആർഗ്യൂ ചെയ്യാൻ പോലുള്ള സ്ട്രെങ്ത് എനിക്കില്ല. പ്ലീസ്. തനിക്ക് തോന്നുന്നവരെ കരഞ്ഞോളൂ, ഞാനൊന്നും ചോദിക്കില്ല. പോരെ?
മേടിക്കടോ. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോകാം. ഗൗതം, നിങ്ങൾ ശരിക്കും എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ കരയുന്നതിൻ്റെ റീസണേ നിങ്ങളാണ്. അതെങ്ങനെയാ ഗൗതം? നിങ്ങൾ തന്നെ എന്നെ കരയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്നെ കംഫർട്ട് ചെയ്യാൻ കഴിയുന്നത്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. Are you okay now? ഇനിയും കരയാൻ തോന്നുവാണെങ്കിൽ കരഞ്ഞു, ഞാനുണ്ടാകും എപ്പോഴും. എന്താ ഇനിയും കരയുന്നുണ്ടോ? താങ്ക്സ്. എന്തിന്? അത് കരഞ്ഞപ്പോ കർച്ചീഫ് തന്നതിനും പിന്നെ 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 കംഫർട്ട് ചെയ്യാൻ ഈ ഷോൾഡർ തന്നതിനും. താനെന്ന മനസ്സ് വെച്ചാ ദേ ഇതേപോലെ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കൂടെ ഉണ്ടാവും. പിന്നെ തനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ദേ ഇവിടെ വെച്ച് നിർത്തിക്കോ. അത് ഇനി അങ്ങോട്ട് ഞാനുണ്ടാകും തൻ്റെ കൂടെ എപ്പോഴും. ഞാൻ ഒരിക്കലും തന്നെ വിട്ടിട്ട് പോവില്ല, ഒരിക്കലും. പിന്നെ തൻ്റെ മുഖത്തിന് ചേരുന്നത് ആ ദേഷ്യം തന്നെയാണ്. ഇതെന്തോ ഒരു രസമില്ല. ദേ ഇത് തന്നെ. അപ്പോൾ ആള് പഴയ ഫോമിലായ സ്ഥിതിക്ക് നമുക്ക് പോയാലോ? കുറച്ച് നാളായിട്ട് ഈ നാശം വയറുവേദന ഇല്ലാതിരുന്നായിരുന്നു. വീണ്ടും ഞാനിപ്പോൾ എന്ത് ചെയ്യാ? കുറച്ചു നേരം കിടക്കാം, മാറുമായിരിക്കും. ചെല്ലോ, എവിടെയാ? കോളേജിലാണോ? ഐഷു, ആർ യു ദേർ? എന്താ കോളേജിലാണോ? അല്ല. ഐഷു, വാട്ട് ഹാപ്പൻ? ഗൗതം, എനിക്ക് വയറുവേദന എടുക്കുന്നു. ഐഷു, ഒന്നുമില്ലടി, കരയാതെ.
ഞാൻ ഇപ്പം വരാം. ഓക്കെ? ഗൗതം പെട്ടെന്ന് വാ, എനിക്ക് പറ്റണില്ല. ഏയ്, ഒരു 10 മിനിറ്റ് ഇടി, ഇപ്പൊ എത്താം. ഹേ ഐഷു, എന്ത് പറ്റി? നീ എന്തിനാ ഈ തറയിൽ കിടക്കുന്നേ? ഗൗതം, എനിക്ക് വയറുവേദന എടുക്കുക. എനിക്ക് നടക്കാൻ പോലും പറ്റണില്ല. എന്താ, നിനക്ക് പീരിയഡ്സ് ആണോ? ആണോന്ന്? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഗൗതം, ഇത് നോർമലി ഉണ്ടാകുന്നതാണ്. സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആകും. ഇതുവരെ ഈ വേദന സഹിക്കാനാണോ വന്നേ? നമുക്ക് പോവാം. വേണ്ട ഗൗതം, എനിക്ക് വയ്യ നടക്കാൻ. ഏയ്, ഞാൻ എടുത്തോളാം, നീ വാ. വേണ്ട ഗൗതം, ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളും. ഗൗതം, എന്താ ഐഷു? എനിക്ക് തല കറങ്ങുന്നു. ഹേയ് ഐഷു, 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 കണ്ണു തോർക്ക് ഐഷു. ഐഷു, ഡോക്ടർ, ഐഷുവിന് എങ്ങനെയുണ്ട്? ഗൗതം, താനെന്തിനാണോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇത് പെൺകുട്ടികളുടെ പീരിയഡ്സിന്റെ ആണ്. ഇത് നോർമലി ഉണ്ടാറുള്ളതാ. പിന്നെ ഈ പെയിൻ ഒന്ന് കുറയാൻ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആൾക്ക് നല്ല ക്ഷീണമുണ്ട്, അതിന്റെയാണ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആയത്. സോ നമുക്കൊരു ട്രിപ്പ് ഇടാം. ഓക്കെ ഡോക്ടർ. तू जो मिला तो यूं हुआ, हो गई पूरी अधूरी सी दुआ। तू जो गया तो ले ഗൗതം, संग तेरे मेरे जीने ഐഷു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ താൻ? ഓക്കെയാണ്. पाए मुझे ही पाए साए मेरे है तुझ में समाए सैयारा में ഞാൻ ശരിക്കും പേടിച്ചു പോയിടൂ. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ഐഷു. ഐഷു, ഐ ലവ് യു ഡി. ഐ ലവ് യു മോർ. सैयारा तू सैयारा सितारों के എന്താടോ, എന്തെങ്കിലും വേണോ? വേണ്ട. ആ, ട്രിപ്പ് കഴിഞ്ഞല്ലോ. ഞാൻ എന്നാ പോയി ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം. ख्वाब की तरह धुआं धुआं। ഐശ്വര്യ, ഇപ്പൊ എങ്ങനെയുണ്ട്? തല കറങ്ങുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നുമില്ല. ഓക്കെയാണ്.
ഓക്കെ ഗൗതം, ആളിപ്പോ ഓക്കെയാണ്. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ ഡോക്ടർ. തനിക്കെന്താ കഴിക്കാൻ വേണ്ടേ? ആ അത് പറഞ്ഞോ, എന്താ? ബിരിയാണി. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചിട്ട് പോകാം. ഉം. അല്ല, നിങ്ങൾക്ക് വേണ്ടേ? വേണ്ട, താൻ കഴിച്ചു. അതെന്താ, ഹോസ്പിറ്റലിൽ വെച്ച് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. പിന്നെ പിന്നെ ഒന്നുമില്ല, താൻ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അതിനിത് ഒന്നല്ലേ ഉള്ളൂ, പിന്നെങ്ങനെയാ? അത് സാരമില്ല, താൻ കഴിച്ചു, ഞാൻ വെളിയിൽ പോയി കഴിച്ചോളാം. വേണ്ട, വന്നേ. ഞാൻ എന്തായാലും ഇത് ഫുള്ള് കഴിക്കില്ല, നമുക്ക് ഷെയർ ചെയ്യാം. ഏയ് അതൊന്നും വേണ്ട, തനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇത് ഫുള്ള് താൻ തന്നെ കഴിക്കണം. ആര് പറഞ്ഞ? ഞാനിപ്പോ ഓക്കെയാണ്. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഐഷു, എനിക്ക് വേണ്ട, താൻ കഴിച്ചോ. പറ റോഹൻ. സാർ, ഇന്ന് 2:30 ശർമ്മ ഗ്രൂപ്പ്സായിട്ടുള്ള മീറ്റിംഗ്. ഓ ആണല്ലേ, എങ്കിൽ താനൊരു കാര്യം ചെയ്യടോ, അവരെ വിളിച്ചതൊന്ന് പോസ്റ്റ്പോൺ ചെയ്. സാർ, അത് ഡു വാട്ട് ഐ സെഡ്. ഓക്കെ സാർ. പിന്നെ ഞാൻ ഇന്നിനി ഓഫീസിലേക്ക് വരുന്നില്ല, കുറച്ച് ബിസിയാണ്. ഓക്കെ സാർ. എന്താ? അല്ല, ഓഫീസിലേക്ക് ചെല്ലാതിരിക്കാൻ മാത്രം എന്താ ഇത്ര ബിസി? വേറെ എന്തെങ്കിലും വർക്ക്സ് ഉണ്ടോ? ഉണ്ട്. എന്ത്? ഇങ്ങാർക്കിതെന്ത് പറ്റി ഇത്രയും ദേഷ്യപ്പെടാൻ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ചിലപ്പോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കായിരിക്കും. ഇതാണോ ഇങ്ങാരുടെ ഇമ്പോർട്ടൻ്റ് വർക്ക്? എനിക്ക് വയ്യാത്തോണ്ട് പുള്ളി പോകാതിരുന്നാണോ? ആണോ? ശേ, അത് തന്നെയാ. അല്ലെങ്കിൽ എപ്പോഴും പോകുമായിരുന്നല്ലോ. ഓ ഗോഡ്, അപ്പോൾ എനിക്കത് മനസ്സിലായില്ലല്ലോ. അതാകും എന്നോട് ദേഷ്യപ്പെട്ടെ. ഗൗതം, നിങ്ങൾക്കെന്നെ അത്രയ്ക്കും ഇഷ്ടമാണോ? ഓ ഗോഡ്, ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോയെ? ശേ, അതെന്താ അങ്ങനെ ഒരു തോട്ട്സ്? നോ, അങ്ങനെയൊന്നും ആലോചിക്കാൻ കൂടി പാടില്ല. ഞാനെന്താ അങ്ങനെ?
ഹലോ ഐശ്വര്യ, സുഖമാണോ തനിക്ക്? അവിടോ? സുഖം. പിന്നെ ഇവിടെ നല്ല വർക്കാടോ, അതായിപ്പോ വിളിക്കാനൊന്നും പറ്റാത്ത. പിന്നെ താൻ കഴിച്ചോ? ആ, കഴിച്ചു. താനിതെന്താടോ പഴയ പോലൊന്നും സംസാരിക്കാത്ത? എന്നോട് കഴിച്ചോന്ന് പോലും ചോദിച്ചില്ല. ഒന്നുമില്ല മഹി. അല്ല, അവിടെ കഴിച്ചായിരുന്നു? ഇല്ലടോ, ഞാൻ ഓഫീസിലാ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ശരിയിടോ, സമയമുള്ളപ്പം വിളിക്കാം. ബൈ. മഹി മുന്നത്തെ പോലെ അല്ല, എന്നെ നന്നായി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്തോ ഞങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വന്നതുപോലെ തോന്നുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. എനിക്ക് തോന്നുന്നേ വർക്കുണ്ടെന്നല്ലേ പറഞ്ഞേ, അതിൻ്റെ ആകും. ഞാൻ മഹീനെ ചതിക്കുകയല്ല ചെയ്യുന്നത്. അവനോട് ഇഷ്ടമുള്ളപ്പോൾ എനിക്കെങ്ങനെയാ അയാളുടെ അടുത്ത് അങ്ങനെയൊക്കെ തോന്നുന്നത്? ഞാനെന്താ ഇങ്ങനെ? ഒരിക്കലും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാനത് മഹീനോട് ചെയ്യുന്ന വലിയ തെറ്റാ. അവൻ എന്തുമാത്രം എന്നെ വിശ്വസിക്കുന്നുണ്ടാവും. ആ വിശ്വാസം ഒരിക്കലും കളയല്ല. അയാളുടെ അടുത്ത് ഞാൻ അടുക്കുന്ന പോലെ എനിക്ക് തോന്നുക. അങ്ങനെയൊന്നും പാടില്ല. അയാളുടെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അയാളെ ഇഷ്ടപ്പെട്ടു പോകും. നോ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഐ ലവ് മഹി. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ആലോചിക്കാൻ കൂടി പാടില്ല. അതെ, ഇനി തൊട്ട് അയാളുടെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. അതാ നല്ലത്. അതെ, അതാ നല്ലത്. ആ, താൻ എണീറ്റോ? ഉം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആ, ഓക്കെയാണ്. ഞാനും കുറച്ചു നേരം കിടന്നു ഉറങ്ങിപ്പോയിടും. എണീറ്റപ്പോ തോന്നി ഒരു കോഫി ഉണ്ടാക്കാന്ന്. അതിൻ്റെ അത്ര പാടില്ല. എടോ, ഈ ഷുഗർ എവിടെ വെച്ചേക്കുന്നേ? നോക്കിയിട്ട് കാണുന്നില്ല. വെയിറ്റ്, ഞാനെടുത്ത് തരാം. ഗൗതം, നിർത്ത് പ്ലീസ്. ഗൗതം, ഇങ്ങനെയൊന്നും വേണ്ട. എനിക്ക് പേടിയാകുന്നു. പേടിയോ? എന്നെ കണ്ടിട്ടാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ, നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാനിപ്പോ നിന്നെ കിസ് ചെയ്തതാണോ? അതോ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമെന്നോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ, എൻ്റെ ഭാഗത്തു നിന്ന് നിന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന എന്തെങ്കിലും ഉണ്ടായോ? പറ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോണ്ടാണോ നീ പേടിക്കുന്നേ? ഗൗതം, നീ ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ളതാ എനിക്ക് പേടി. നിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ എന്നെ വിട്ട് ദൂരത്തെവിടെയെങ്കിലും പൊക്കൂടെ?
നീ എന്നോട് അടുക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത്, എന്നെ കെയർ ചെയ്യുന്നത്, എനിക്ക് എന്തെങ്കിലും ചെറിയ എന്നുണ്ടായാൽ നീ ഇങ്ങനെ വിഷമിക്കുന്നത്, മോസ്റ്റ് വൺ നീ എന്നെ ഇങ്ങനെ മാഡായി സ്നേഹിക്കുന്നത്, ഇതെല്ലാം നിർത്തിക്കൂടെ? എനിക്ക് വയ്യാത്തോണ്ടല്ലേ നിങ്ങൾ ഓഫീസിൽ പോലും പോകാതെ എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് പോലും എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. ഇതൊന്നും വേണ്ട ഗൗതം. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാ ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞേ. ഐഷു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നീ എന്തിനാ പേടിക്കുന്നേ? കാരണം എൻ്റെ പേടി മുഴുവനും നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോകുമെന്നാ. ഗൗതം, എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഞാനിപ്പോൾ കൂടുതലും നിന്നെപ്പറ്റി മാത്രം ആലോചിക്കുന്നത്. നിന്റെ ഈ പ്രസൻസ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഗൗതം. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് തോന്നും. നീ എൻ്റെ അടുത്തുള്ള ഓരോ നിമിഷവും ഒരിക്കലും അവസാനിക്കരുതെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം അത് നീ മാത്രമാണ് ഗൗതം. പപ്പ മമ്മ അവർ പോയ പിന്നെ എന്നെ ആരും ഇതുപോലെ കെയർ ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ഇതുപോലെ നിന്നിട്ടില്ല. എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. ഇനി അങ്ങനെയൊക്കെ ഉണ്ടായാൽ തന്നെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് അവർക്ക് എന്നെ വിട്ട് പോയിട്ടേ ഉള്ളൂ, എൻ്റെ ചേച്ചി മഹി. പക്ഷെ ഗൗതം, നിനക്ക് മാത്രം എങ്ങനെയാ എന്നെ ഇത്രയ്ക്കും മാഡായി സ്നേഹിക്കാൻ കഴിയുന്നേ? വേണ്ട ഗൗതം, ഇതൊന്നും വേണ്ട. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ ഞാൻ നിന്നെ സ്നേഹിച്ചു പോകും. അതാ എൻ്റെ പേടി. നിന്റെ ലവ്, കെയർ ഇതൊന്നും എനിക്ക് വേണ്ട. പ്ലീസ് എൻ്റെ ലൈഫിൽ നിന്നൊന്നും പോയിത്താ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചിരിക്കുന്നേ? പിന്നെ സന്തോഷം വന്ന് ചിരിക്കണ്ടേ? എനിക്കറിയാം നിനക്ക് സന്തോഷമായിരിക്കുമെന്ന്. കാരണം ഇത്രയും നാൾ നീ ഇതിനു വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്തേ? അതെ, ഇതിനു വേണ്ടി തന്നെയാ ഞാൻ വെയിറ്റ് ചെയ്തേ. അവസാനം നീ പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? അതിന് ഞാൻ ഇതുവരെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട് പോകുമെന്ന് പേടിയുണ്ടെന്നാ പറഞ്ഞേ. സോ വാട്ട്? ആദ്യമൊക്കെ നിനക്ക് എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? അതുമല്ല, നിനക്കെന്നോട് ഒരു ഫീലിങ്സും ഉണ്ടാകില്ല എന്ന്. പക്ഷെ ഇപ്പോ നീ പേടിക്കുന്നു എന്നെ പ്രേമിച്ചു പോകുമെന്ന് ആലോചിച്ച്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുവാണെങ്കിൽ ഒരു ഉത്തരവേ ഉള്ളൂ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെയൊന്നും അല്ല. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി പോകുമെന്നോർത്താ എനിക്ക് പേടി. ഇതെല്ലാം തെറ്റാണ്. ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യണം. അതിന് നീ എൻ്റെ ലൈഫിൽ നിന്ന് പോയേ പറ്റൂ. എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ ടോർച്ചർ ചെയ്യണ്ട. ഇനി എന്നെ കാണുകയും വേണ്ട. എല്ലാം ഇവിടെ നിർത്തിക്കോ. അതാ നിങ്ങൾക്ക് നല്ലത്. എന്തിന്? ഞാനിതൊക്കെ എന്തിനു നിർത്തണം? നിനക്കെന്നെ ഇഷ്ടമാണ്, അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. അല്ലാതെ നീ എന്നെ ഇഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയുണ്ട് എന്നൊക്കെ എന്തിനാ പറയുന്നേ? സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ഓ, ഇനിയത് പറയേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടാൽ തന്നെ അറിയാം. മുന്നേ നീ എൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു, ഇപ്പൊ നീ എങ്ങനെയാണ്. ഇതൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുമല്ല, ആദ്യമൊക്കെ നീ എന്നെ നിങ്ങൾ, നീ ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പൊ കുറേയായി നീ എൻ്റെ പേരാണ് വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ഇനിയെങ്കിലും പറഞ്ഞൂടെ ഐഷു? എന്നെ ഇനി ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാനാണോ എൻ്റെ ഉദ്ദേശം? അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിച്ചു കൂട്ടണ്ട. എനിക്ക് നിങ്ങളോട്
ഒരു ഫീലിങ്സും ഇല്ല. എനിക്ക് മഹിയാണ് ഇഷ്ടം. നിർത്ത്. എന്തിനാ ഇതിന്റെ ഇടയിലേക്ക് അവനെ കൊണ്ടുവരുന്നത്? നിങ്ങൾ ദേഷ്യപ്പെട്ടാലും സാരമില്ല, അതാണ് സത്യം. ഞാൻ മഹീനെയാണ് സ്നേഹിക്കുന്നത്. ഞങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയേ. ഇനി ഇതിങ്ങനെ തുടർന്ന അത് ശരിയാകില്ല. ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്, വിളിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത് ഇതൊന്നും വേണ്ട. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഞാനിങ്ങനൊക്കെ ചെയ്യുന്നത് കൊണ്ട് മഹീനെ ഞാൻ ചീറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അവനിതൊക്കെ അറിഞ്ഞ അവൻ എന്നെ പറ്റി എന്താ വിചാരിക്കുക? സോ ഇതൊന്നും വേണ്ട. എനിക്ക് അവൻ്റെ അടുത്ത് ലോയലായിട്ടിരിക്കണം. ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാ. അതുകൊണ്ടാ പറയുന്നത്, ഇനിയൊന്നും വേണ്ട. സ്റ്റോപ്പ് ഇറ്റ്. അതെങ്ങനെയാ നീ അവനെ ചതിക്കുന്നത്? നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ നീ സ്നേഹിക്കുന്നു. അവനോട് നിനക്കുള്ളത് അത് ലവ് അല്ല. അത് നീ ഫസ്റ്റ് മനസ്സിലാക്കും. എനിക്കങ്ങനെയാ തോന്നുന്നേ. അതുകൊണ്ടാ ഇതെല്ലാം നിർത്തിക്കൂ. ഞാൻ അവന് ലോയലായിരിക്കണം. ഇതൊക്കെ തെറ്റാ. ഐഷു, നിന്റെ ലവിന് ഒരിക്കലും അവൻ ഡിസേർവ് അല്ല. നീ വിചാരിക്കും പോലെ അവൻ അത്ര നല്ലവനൊന്നുമല്ല. അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. അവനൊരു പേർവേർട്ട്. ഗൗതം, നിർത്ത്. മഹീനെ പറ്റി പറയാൻ നിനക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? നിങ്ങൾ നല്ലതാണോ എന്നിട്ടാ മഹീനെ പറ്റി പറയുന്നത്? നിങ്ങളും ഒരു പേർവേർട്ട് തന്നെയാ. എന്താ പറഞ്ഞേ? ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പേർവേർട്ടാണോ? പറ ഐഷു, ആണോന്ന്? അതെ, യു ആർ. ഞാൻ വേറൊരാളെയാ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും എന്റെ പുറകെ നടന്ന് എന്നെ ടോർച്ചർ ചെയ്യുന്നില്ലേ? എന്റെ പെർമിഷൻ പോലും ഇല്ലാതെ എന്നെ കിസ് ചെയ്യുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് മഹിയെ പറ്റി പറയാൻ? ഓ ഓക്കെ, ഞാൻ പെർമിഷൻ ഇല്ലാണ്ട് കിസ് ചെയ്തെന്നുള്ളത് സത്യ. നീ എന്തിനാ എന്നെ ബാക്ക് കിസ് ചെയ്തേ? നീ വേറെ ഒരുത്തനെയല്ലേ ഇഷ്ടപ്പെടുന്നത്? ഞാൻ പേർവേർട്ടാണെങ്കിൽ നീ ആരാ? നീ ഇതൊക്കെ തന്നെയല്ലേ ചെയ്തേ? അങ്ങനെ വരുമ്പോ നീയും പേർവേർട്ട് തന്നെ അല്ലേ? അതെ, ഞാൻ പേർവേർട്ടാണ്. പിന്നെ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന പട്ടിയെ പോലെ? അതേടി, ഞാൻ പട്ടിയ. എന്റെ ലെവൽ എന്താണെന്ന് നിനക്കറിയോ? അത്ര വലിയൊരു പൊസിഷൻ ഇരുന്നിട്ടും ഞാൻ നിന്നെ പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല. അതിന് നീ വിളിച്ചോ പട്ടീന്നോ? അതിലും മേലെ വല്ലതും ഉണ്ടെങ്കിൽ അതും. നിന്നെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ടാ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നേ. നിന്നെ ഇഷ്ടപ്പെട്ടതും നിന്റെ പുറകെ നടന്നതും ഒക്കെ എന്റെ തെറ്റാ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന്, എന്റെ പുറകെ നടക്കണമെന്ന്. ഇല്ല, നീ പറഞ്ഞിട്ടില്ല. എല്ലാം എന്റെ തെറ്റാ. നിന്നെ സ്നേഹിച്ചതും പട്ടിയെ പോലെ നിന്റെ പുറകെ നടന്നതും. ഗൗതം, ഇനി അതേപ്പറ്റി സംസാരിക്കണ്ട. നീ ഇപ്പൊ ഇവിടുന്ന് പോകാൻ നോക്ക്. ഇനി ഏയ് നിർത്ത്. അതിന് നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. ഇവിടെ നിന്ന് പോകാൻ എനിക്കറിയാം. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യില്ല. ഇനി ഒരിക്കലും ഞാൻ നിന്റെ കൺമുന്നിൽ പോലും വരില്ല. എല്ലാം ഇപ്പോ ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.